ഇവിടെ UDF പ്രതിനിധി ആര്യാടൻ ഷൗക്കത്ത് നഗരസഭാ ചെയർമാനായിരുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞു. അദ്ദേഹം നഗരസഭാ ചെയർമാനായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭരണപരാജയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നഗരസഭാ അധികാരത്തിൽ വന്നിട്ടുള്ളത്. വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ അഴിമതിയുടെയും അദ്ദേഹത്തിൻ്റെ ജനദ്രോഹ നടപടികളുടെയൊക്കെ ഭാഗമായിട്ട് ഇന്ന് നഗരസഭ ഭരിക്കൽ തുടങ്ങി 3 വർഷമായിട്ടാണ് യുനെസ്കോ ലേണിംഗ് സിറ്റി പട്ടികയിൽ നഗരസഭ എത്തപ്പെട്ടത്. അത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭരണ മികവ് കൊണ്ട് വന്നതല്ല. ഇടതുപക്ഷം അധികാരത്തിലേറിയിട്ട് ഈ നഗരസഭയിൽ ടാർ ചെയ്യാനോ കോൺക്രീറ്റ് ചെയ്യാനോ ഒരൊറ്റ റോഡ് പോലും ഈ നഗരസഭയിൽ ഇന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ ഇന്ത്യയിൽ ഏക യുനെസ്കോ ലേണിംഗ് സിറ്റി പട്ടികയിൽ ഇടം പിടിച്ച ഏക മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂർ നഗരസഭ. അതുപോലെ നഗരസഭയിലെ ക്യാൻസർ രോഗികൾക്ക് 4000 രൂപ വെച്ച് മാസം തോറും നൽകുന്ന നഗരസഭയാണ്. അതുപോലെ സ്കൂളിലെ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണ കിറ്റുകൾ പദ്ധതിയുടെ പ്രഖ്യാപനം വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആര് മുനിസിപ്പൽ ചെയർമാനായിരുന്ന സമയത്ത് തുടങ്ങി വെച്ച പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ്. യുനെസ്കോ ലേണിംഗ് സിറ്റി പട്ടികയിൽ അവാർഡ് കിട്ടിയപ്പം അതിനെ എതിർത്ത ആളുകളാണ് യൂത്ത് കോൺഗ്രസും. അന്ന് ഇവർ പറഞ്ഞത് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടേ ഇല്ല എന്നതാണ്. ഇപ്പൊ അവർ പറയുന്നത് അവരെ ഭരണ മികവ് കൊണ്ട് കാണാൻ കിട്ടിയെന്നാണ്. ഷൗക്കത്ത് ഭരിച്ചതിന് ശേഷമാണ് പത്മിനി ഗോപിനാഥ് 5 വർഷം ഭരിച്ചത്. അതിനുശേഷം 2 വർഷത്തെ ഭരണ മികവ് കൊണ്ട് തന്നെയാണ് യുനെസ്കോ ലേണിംഗ് സിറ്റി പട്ടികയിൽ ഇടം നേടിയത് മുനിസിപ്പാലിറ്റി.